ഹായ്, നിങ്ങൾ വെയിൽസ് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി സ്ഥലമാണ് ഗുവാൻ ഹെപ്സ്റ്റേ എന്നറിയപ്പെടുന്ന നാഷണൽ പാർക്ക്. ഇതൊരു വാട്ടർഫോൾ കൺട്രി കൂടിയാണ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. എന്തായാലും നമുക്കൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ മാപ്പെല്ലാം ഇവിടെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4 വാട്ടർഫോൾസാണ് മെയിനിലുള്ളത്. ഈ 4 വാട്ടർഫോൾസും നമ്മൾ കവർ ചെയ്യണമെങ്കിൽ ഏകദേശം 3 മണിക്കൂർ നമ്മൾ നടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ലെൻഡർ വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഞങ്ങൾ എന്തായാലും ഫാമിലി ആയിട്ടാണ് പോകുന്നത്. പിള്ളേരെല്ലാം വളരെയധികം എക്സൈറ്റഡ് ആണ്. ഒത്തിരി നടക്കാനുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് നമുക്ക് ഏത് വഴിയാണ് പോകേണ്ടതെന്നെല്ലാം വളരെ വ്യക്തമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് യാതൊരു വറീഡ് ആവേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. കാരണം അല്ലെങ്കിൽ വഴികൾ തെറ്റാൻ സാധ്യതയുണ്ട്. നമുക്ക് എല്ലാം കവർ ചെയ്യാനും സാധിക്കില്ല. അപ്പം നല്ലൊരു ആംബിയൻസ് നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം. 2 സൈഡും മരങ്ങളൊക്കെ ആയിട്ട് നല്ല നടപ്പാതയാണ്. പിന്നെ നമുക്ക് ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ബെഞ്ചസ് എല്ലാം സൈഡിൽ അവൈലബിൾ ആണ്. പോകുമ്പോൾ നമ്മൾ തീർച്ചയായും കയ്യിൽ ഭക്ഷണങ്ങൾ കരുതിയിരിക്കണം. കാരണം ഉള്ളിൽ സ്റ്റാളോ കാര്യങ്ങളൊന്നുമില്ല. ആവശ്യത്തിന് വെള്ളം എല്ലാം നമ്മൾ കരുതിയിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് പുറമേ ആളുകളെ ഒന്നും സാധാരണ കാണാൻ പറ്റില്ല. എല്ലാവരും ഈ പറഞ്ഞ പോലെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ആളുകളൊന്നും കാണത്തില്ല എന്ന്. കാരണം കുറച്ചുള്ളിലോട്ട് പോയപ്പോഴാണ് ആളുകളെല്ലാം കണ്ടത്. പിന്നെ ഓരോ വാട്ടർഫോൾസ് എത്താറാകുമ്പോഴുള്ള വഴികൾ വളരെയധികം ദുർഘടം പിടിച്ച വഴികളാണ്. കാരണം വളരെയധികം ഡേഞ്ചറസ് ആണ്. കൈവരികളെല്ലാം ഉണ്ടെങ്കിൽ പോലും വളരെയധികം കെയർഫുള്ളായിട്ട് വേണം. നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ വളരെയധികം നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് കാണാൻ പറ്റും കല്ലും ഒക്കെ ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത്. തെന്നി അടിച്ചു കഴിഞ്ഞാൽ താഴെ കിടക്കും. കാരണം താഴെയാണ് വാട്ടർഫോൾ. നമ്മൾ താഴോട്ടാണ് നമ്മൾ ഇറങ്ങി പോകുന്നത്. ഇവിടെ ആരെങ്കിലും ഇതിനു മുമ്പ് പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് ഇവിടെ എത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാം. നമുക്കിവിടെ കാണാൻ കുറച്ച് പേര് താഴെ നിൽപ്പുണ്ട്. നമുക്കിതുപോലെ ഇറങ്ങാൻ പറ്റില്ല. കാരണം നമ്മൾ ട്രെയിൻഡ് അല്ലാത്തതുകൊണ്ടാണ്. അവർ പ്രൊഫഷണലി ട്രെയിൻഡ് ആണ്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളുമായിട്ടാണ് അവർ ഇറങ്ങിയിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ വാട്ടർഫോളിലേക്ക് പോകാം. പോകുന്ന വഴി നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെയധികം നാരോയാണ്. അതുപോലെ തന്നെ വളരെയധികം കെയർഫുള്ളായിട്ട് നമ്മൾ നടക്കണം. അല്ലെങ്കിൽ തെന്നിയടിച്ച് വീഴാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വരുന്ന വഴികളെല്ലാം നല്ലൊരു രസമാണ് കാണാൻ. ചെറുതായിട്ടിങ്ങനെ വെള്ളമൊക്കെ ഒഴുകുന്ന ഒരു അടിപൊളി എക്സ്പീരിയൻസാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടുത്തെ വെള്ളമൊക്കെ നല്ല തണുത്ത അടിപൊളി വെള്ളമാണ്. വളരെയധികം കെയർഫുള്ളായിട്ട് വേണം നമ്മൾ അപ്പുറത്തോട്ട് കടക്കാൻ വേണ്ടി. പോകുന്ന വഴിക്ക് ഇതുപോലെ ഇടയ്ക്ക് പാലങ്ങളൊക്കെ കാണാം കേട്ടോ. നല്ല അടിപൊളിയാണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലൊരു സ്ഥലം തന്നെയാണ് ഇത്. പിള്ളേരൊക്കെ എന്തായാലും മടുത്തെങ്കിലും അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനുള്ളിൽ മൊബൈൽ നെറ്റ്വർക്ക് വളരെയധികം കുറവാണ്. നമുക്ക് കിട്ടത്തില്ല എന്ന് തന്നെ പറയാം. കാരണം ഭയങ്കര പാടായിരുന്നു.
പിന്നെ കിട്ടണമെങ്കിൽ നമ്മൾ പുറത്ത് കിടക്കണം, എന്നാൽ മാത്രമേ നമുക്ക് നെറ്റ്വർക്കെല്ലാം കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിള്ളേരെല്ലാം മടുത്തെങ്കിലും അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ വാട്ടർഫോളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അടിപൊളിയാണ് ഇവിടുത്തെ വ്യൂ, ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മളത് നേരിട്ട് കാണുക തന്നെ വേണം. നല്ലൊരു രസമാണ് ആ വെള്ളക്കൊഴി വരുന്നത് കാണാൻ വേണ്ടി. ഇവിടെ നമ്മൾ അത്യാവശ്യം ആളുകളെ നമുക്കിവിടെ കാണാൻ പറ്റി, കാരണം ഇവിടെ ഒത്തിരി പേര് സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. ഇവിടെ നമുക്ക് കാണാം ഡൈവ് ചെയ്യാൻ വേണ്ടി 1-2 പേര് റെഡിയായി നിൽപ്പുണ്ട്. നമുക്ക് നോക്കാം അവർ ചാടുമില്ലോ എന്ന്. 2 പേര് ഓൾറെഡി ഡൈവ് ചെയ്ത് താഴെ നിൽപ്പുണ്ട്. അത് കാണാൻ വേണ്ടിയാണ് എനിക്ക് തോന്നുന്നു കുറച്ച് ആളുകൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം. വേറെ ആൾ കൂടി അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാൻ നോക്കുന്നുണ്ട് ചാടാൻ വേണ്ടി. പക്ഷെ നമുക്ക് നോക്കാം പുള്ളി ചാടുകയോ ഇല്ലയോ എന്ന്. കാരണം വെള്ളം അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് കുത്തിയൊലിച്ച് വരുന്നത്. ഇല്ല, പുള്ളി ചാടിയില്ല. എന്തായാലും നമുക്കിവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനില്ല. നമുക്കിനി അടുത്ത വാട്ടർഫോളിലേക്ക് പോവാം. ഇതിൻ്റെ ഉള്ളിലൂടെ നടന്നു പോകുമ്പോൾ ഒക്കെ നമുക്ക് നാട്ടിലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഓർമ്മ വരുന്നത്. എന്തായാലും നല്ലൊരു എന്താ പറയുന്ന സ്ഥലമാണ്. നിങ്ങൾ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ വാട്ടർഫോളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊരു കിടിലൻ വ്യൂ തന്നെയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. കാരണം ആ വെള്ളം ഒലിച്ചു വരുന്ന കാണാൻ തന്നെ നമ്മൾ നോക്കി നിന്ന് പോകും. അത്രയും ഭംഗിയുണ്ട്. നല്ല ഒച്ചയും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഒഴുക്കുമുണ്ട്, അതുപോലെ തന്നെ തെന്നലുമുണ്ട്. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന അത്രയും ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. നമ്മളിത് നേരിട്ട് തന്നെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നമ്മൾ ഇവിടെ നിന്ന് പോകും. അത്രയും ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം തന്നെയാണിത്. അങ്ങനെ നമ്മൾ അവസാനത്തെ വെള്ളച്ചാട്ടമായ 4ാമത്തെ ഐറ എന്ന വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ്. അതാണ് ഇച്ചിരി കൂടെ ഒരു ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടം എന്നാണ് ഇവിടെ പൊതുവെ എല്ലാവരും പറയപ്പെടുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. പിള്ളേരെല്ലാം മടുത്തു, ഞങ്ങളും മടുത്തു. എന്നാലും ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. ഓക്കെ, ഇവിടെ എത്തിയപ്പോൾ ഒത്തിരി ആളുകളുണ്ട്. ഇതാണ് ആ പറഞ്ഞ ഐറ വെള്ളച്ചാട്ടം. ഇത് ഫേമസ് ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടം തന്നെയാണ് വെയിൽസിലെ. ഈ വാട്ടർഫോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിനടിയിലൂടെ അപ്പുറത്തോട്ട് പോകാനുള്ളൊരു ഫെസിലിറ്റി കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്കുള്ള ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഇവിടെ അപ്പുറത്ത് കിടന്ന ഒരു അമ്മച്ചി ഇവിടെ നിൽപ്പുണ്ട്. കാരണം പലർക്കും പേടിയായിരുന്നു. കാരണം വെള്ളം ഇച്ചിരി കലങ്ങിയൊക്കെയാണ് വരുന്നത്. ചെറുതായിട്ട് മഴ ചാറിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം പലരും പോകാൻ മടിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്തെത്തുമ്പോഴത്തേക്കും നല്ല ഒച്ചയാണ്. അതുപോലെ തന്നെ വെള്ളം ചാടിയിട്ട്
വെള്ളം തെറിച്ച് വരുമ്പോഴത്തേക്കും നല്ലൊരു മഞ്ഞൊക്കെ ഫേസിലോട്ട് അടിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ 4 വാട്ടർഫോളും കണ്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ്. നിങ്ങൾക്ക് കാണാം എങ്ങനെയുള്ള വഴിയൊക്കെയാണെന്ന്. അതുപോലെ തന്നെ വളരെയധികം എൻജോയ് ചെയ്തു. അന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനലിൽ നിന്ന് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.